നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 25-ന് 3 രാശിക്കാരുടെ, അതായത് 8 നക്ഷത്രക്കാരുടെ തലവര മാറാൻ പോവുകയാണ്. വ്യാഴവും സൂര്യനും നൽകുന്ന അർദ്ധകേന്ദ്ര യോഗത്തിലാണ് ഇവർക്ക് ഈ ഭാഗ്യങ്ങൾ ഉണ്ടാവുന്നത്. ജ്യോതിഷത്തില് ശുഭഗ്രഹങ്ങളായിട്ട് കണക്കാക്കുന്ന 2 ഗ്രഹങ്ങളാണ് സൂര്യനും വ്യാഴവും. വ്യാഴവും സൂര്യനും ഒന്നിച്ചാൽ അനവധി ഗുണങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളത് ജ്യോതിഷം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ സൂര്യനും വ്യാഴവും ഒന്നിച്ചാൽ ആദ്യത്തെ ഗുണം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുന്നതാണ്. കൂടാതെ ജീവിത പ്രശ്നങ്ങളെല്ലാം അകലുന്നതാണ്. വിദ്യയിലും തൊഴിൽ രംഗത്തുമെല്ലാം ശോഭിക്കാൻ കഴിയുന്നതാണ്. കൂടാതെ ഈ ഗ്രഹങ്ങൾക്ക് സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഓരോ രാശിക്കാരെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് 12 രാശിക്കാരെയും ഇത് ബാധിക്കും. അതിൽ 3 രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ഉള്ളത്. 3 രാശിയിൽ 8 നക്ഷത്രക്കാരാണ് വരുന്നത്. നിലവിൽ സൂര്യൻ മേടൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഇടവം രാശിയിലുമാണ്. ഏപ്രിൽ 25-ന് 2 ഗ്രഹങ്ങളിലും ഉണ്ടാകുന്ന ചലനമാറ്റം അർദ്ധകേന്ദ്ര യോഗം രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഇതിലൂടെയാണ് 3 രാശിക്കാർക്ക് സൂര്യനിൽ നിന്നും വ്യാഴത്തിൽ നിന്നും ഒരുപോലെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനുള്ള യോഗം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ യോഗം ഉണ്ടായി കഴിയുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള അനുഭവങ്ങളാണ് വരാൻ പോകുന്നത്. ആ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നും ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഭാഗ്യം ആദ്യം എത്തിയിരിക്കുന്നത് 8 നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രക്കാരാണ്. കാർത്തിക അവസാന 3/4 ഭാഗവും രോഹിണിയും മകയിരം ആദ്യ അരഭാഗവും അടങ്ങുന്ന ഇടവം രാശിക്കാര്. വ്യാഴം ഇടവം രാശിയിൽ നിൽക്കുന്നതിനാൽ തന്നെ ഇടവം രാശിക്കാർക്ക് നേട്ടങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നതാണ്. വ്യാഴത്തിന്റെയും സൂര്യന്റെയും അനുഗ്രഹത്തില് തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ആഗ്രഹിച്ചതുപോലെ കരിയർ നേട്ടങ്ങളൊക്കെ ഇവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുന്നതാണ്. കോടതി കേസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് അനുകൂലമായിട്ടുള്ള വിധി നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ദീർഘകാലമായി നിലനിന്നിരുന്ന സ്വത്തുതർക്കങ്ങളൊക്കെ ഇല്ലാതെയാവുന്നതാണ്. പുതിയ സ്ഥലം വാങ്ങാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് രൂപപ്പെടുന്നതാണ്. സിനിമാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം നേട്ടമുണ്ടാവുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അത് മാറി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുന്നതാണ്. തൊഴിലന്വേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ കുറയുന്നതാണ്. കൂടാതെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഈ സമയം വളരെ നല്ലൊരു സമയമാണ്. മാനസിക സന്തോഷങ്ങൾ ലഭിക്കുന്ന അനവധി കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കൂടാതെ വിവാഹമൊക്കെ നടക്കാതിരുന്നവരുടെ വിവാഹമൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതില് പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു പോയാൽ മാത്രമേ നമ്മൾക്ക് ഇതിന്റെ എല്ലാം ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അതായത് താൻ ചെയ്യേണ്ട കർമ്മങ്ങൾ, ഈ ഭൂമിയിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ തീർച്ചയായിട്ടും ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾക്ക് അതിന്റെ ഫലം ഇരട്ടിയായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഈ സമയത്ത് ഈ നക്ഷത്രക്കാര് എന്ത് ചെയ്താലും വിജയിക്കുന്നതാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകയിരം അവസാന അരഭാഗവും തിരുവാതിര നക്ഷത്രവും പുണർദം ആദ്യ 3/4 ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ്. മിഥുനം രാശിയില് അർദ്ധകേന്ദ്ര യോഗത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ആണ് വരാൻ പോകുന്നത്. മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ മിഥുനം രാശിക്കാർക്ക് വിശ്വാസം വർദ്ധിക്കുന്നതാണ്. പല പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. യാത്രകളൊക്കെ അനവധി ചെയ്യുവാനുള്ള അവസരം ഈ രാശിക്കാർക്കുണ്ടാവുന്നതാണ്. പങ്കാളിയുമായിട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഉചിതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുന്നതാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ സുഖകരമാകുന്നതാണ്. വിവാഹമാകാതിരുന്നവർക്കൊക്കെ വിവാഹമാകുന്ന ഒരു സമയമാണ്. കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനമൊക്കെ ആരംഭിക്കാൻ കഴിയുന്നതാണ്. പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ ഉന്നത വിജയം നേടാൻ കഴിയുന്നതാണ്. ബിസിനസ്സിൽ നേട്ടങ്ങളൊക്കെ ബിസിനസ്സുകാർക്ക് ഉണ്ടാവുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക്
സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ രാശിക്കാർക്ക് ഈ സമയം വിദേശ വാസയോഗമൊക്കെ കാണുന്നുണ്ട്. വിദേശത്തേക്ക് പോകാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയൊരു സമയമാണ്. കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളിലും ഒക്കെ സൗഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മാനസിക വിഷമങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് അകലുന്നതാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന ശത്രുശല്യമൊക്കെ കുറയുന്നതാണ്. ശത്രുഭയമൊക്കെ മാറി മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ അനവധി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മേൽ പറഞ്ഞ പോലെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടതുണ്ട്. താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്ത് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് ഈ അർദ്ധകേന്ദ്ര യോഗത്തിന്റെ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാർക്കാണ്. അർദ്ധകേന്ദ്ര യോഗത്തിലൂടെ വൃശ്ചികം രാശിക്കാർക്കും നേട്ടങ്ങൾ അനവധിയാണ് ഉണ്ടാവുന്നത്. വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഇവർ ഉണ്ടാക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയമാണ് ഇവരെ കാത്തിരിക്കുന്നത്. കൂടാതെ ഉയർന്ന സ്കോളർഷിപ്പോടുകൂടിയൊക്കെ ഇവർക്ക് വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നടക്കുന്നതാണ്. ഇവരുടെ പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. പ്രശസ്തിയിലേക്ക് ഉയരാനുള്ള എല്ലാ സാധ്യതകളും ഈ സമയത്ത് ഇവർക്ക് തെളിഞ്ഞു വരുന്നതാണ്. സ്വന്തം കർമ്മമണ്ഡലത്തിൽ സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാവുന്നതാണ്. സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ പ്രധാന പദവികളൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളൊക്കെ ലഭിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറുന്നതാണ്. കൂടാതെ ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ വളരെ ലാഭം നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. കൂടാതെ സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സ്വയം പര്യാപ്തമാകുന്ന ഒരു സമയമാണ്. അതായത് സ്വന്തമായിട്ട് വരുമാനം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലൂടെയാണെങ്കിലും നിങ്ങൾക്കതിൽ വരുമാനം ഗണ്യമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. കൂടാതെ ദാമ്പത്യത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. ഈ പ്രശ്നങ്ങൾ രണ്ട് രീതിയിൽ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലത് നമ്മൾ ഒഴിവാക്കി പോകുന്നതായിട്ട്, അതായത് നമ്മളുടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതായിട്ട് ഇവിടെ ഈ യോഗം മൂലം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് വളരെ ചിന്തിച്ച് തീരുമാനമെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് തെറ്റാവാൻ യാതൊരു മാർഗവുമില്ല. കാരണം ഈ സമയം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഉചിതമായി തന്നെ വരും. നിങ്ങളുടെ ബുദ്ധിമണ്ഡലം അതുപോലെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ തന്നെ ചെയ്താൽ മാത്രമാണ് ഈ ഫലങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് താൻ ചെയ്യേണ്ട കർമ്മങ്ങൾ താൻ തന്നെ ചെയ്യുക. താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോവുക. കൂടാതെ മറ്റൊരു പ്രധാന കാര്യം, നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.